വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ നമ്മുടെ അക്ഷരങ്ങളെക്കുറിച്ചും മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും അതുപോലെ തന്നെ ടേബിൾ എഴുതുന്നത് ഇതൊക്കെ നമ്മൾ സ്കൂൾ തുറന്ന് ചെല്ലുമ്പോഴേ ഏത് ക്ലാസ് ഇപ്പോൾ മലയാളം പീരീഡ് ആയാലും ഇംഗ്ലീഷ് പീരീഡ് ആയാലും ഏതാണെങ്കിലും ആ ടീച്ചർ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അക്ഷരങ്ങളൊന്ന് എഴുതി കാണിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ ആദ്യമേ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അതിപ്പോൾ മലയാളം പീരീഡ് ആണെങ്കിൽ ടീച്ചർ വരുമ്പോൾ പറയും നിങ്ങൾ ആ ഫസ്റ്റ് ദിവസം അക്ഷരങ്ങൾ ആ ഫസ്റ്റ് പേജിലൊന്ന് എഴുതി കാണിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അത് ആദ്യമേ അങ്ങ് വൃത്തിയായിട്ട് പഠിച്ചു വെക്കാം. അപ്പം നമുക്ക് നല്ലതുപോലെ എഴുതാൻ പറ്റുമല്ലോ. എല്ലാം നമുക്ക് ഒരു വെക്കേഷൻ ക്ലാസ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ബേസ് എല്ലാം ഉണ്ട് കുഞ്ഞുങ്ങളെ. മലയാളവും മാത്സും പ്രധാനമായിട്ടും നമ്മൾ മാത്സിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇതൊന്ന് ഓടിച്ചിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഇതെല്ലാം അറിഞ്ഞിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ തുറന്ന് ക്ലാസ്സിൽ ചെല്ലുമ്പം ഒരുവിധം എല്ലാം എളുപ്പമായിട്ട് ചെയ്യാനും പഠിക്കാനും പറ്റും. അപ്പം നോക്കണേ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഈ സ്വരാക്ഷരങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ആ ഈ എന്ന് പറയുന്നത്. ഏതക്ഷരങ്ങളാണ്? സ്വരാക്ഷരങ്ങളാണ്. നമുക്ക് അക്ഷരങ്ങൾ അറിയാം, പക്ഷെ ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. മലയാളത്തിൻ്റെ സ്വരാക്ഷരങ്ങളാണ് ആ ഇ ഉ ഊ ഈറോ എ ഐ ഓ ഔ അം ആ. ഇപ്പം നിങ്ങളുടെ എല്ലാം മനസ്സിൽ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നാം. പക്ഷേ നമ്മളോട് പെട്ടെന്ന് ക്ലാസ്സിൽ എവിടെയോ ആയിക്കോട്ടെ ഇരുന്നൊന്ന് എഴുതാൻ പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്. എല്ലാം അറിയാവുന്ന കുട്ടിയാണെങ്കിൽ പോലും ഇതൊന്ന് എഴുതി കാണിക്കാൻ പറയുമ്പോൾ ഉണ്ടല്ലോ, ഒന്നുകിൽ ഊവിന് വള്ളി കാണത്തില്ല, അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുപോലെ ഏയും ഒരുപോലെ എഴുതി വെക്കും. ഓയ്ക്ക് വള്ളി കാണുന്നത്, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം അറിയാം എന്നും പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത് കേട്ടോ. നമ്മൾ എഴുതി ഒന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, എഴുതി പഠിക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾ നോക്കിയിരിക്കുക, എന്നിട്ട് കാണാതൊക്കെ ഒന്ന് എഴുതി പഠിക്കുക. അപ്പോൾ സ്വരാക്ഷരങ്ങൾ മൊത്തം എത്ര ഉണ്ടോ നിങ്ങളെ നോക്കി? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 എണ്ണം സ്വരാക്ഷരങ്ങളുണ്ട്. പക്ഷേ എന്താണെന്നറിയോ, ഇതിനകത്തിൽ 13 എണ്ണത്തിനെ സ്വരാക്ഷരങ്ങളായിട്ട് എടുക്കുന്നുള്ളൂ ഇപ്പോൾ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ആം എന്ന് കണ്ടോ നിങ്ങളെ, അമ്മെന്നും ആമെന്നും, അതായത് ഈ സ്വരാക്ഷരങ്ങളുടെ ഒടുവിൽ ചേർത്തിരിക്കുന്ന ആം ഇതെന്ന് വെച്ചാൽ അനുസാരം എന്നാണ് ഇതിന് പറയുന്നത്. എന്താണെന്നറിയോ, നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷരം എഴുതിയിട്ട് അതിൻ്റെ കൂടെ 0 ഇട്ട് വെച്ച് കഴിഞ്ഞാൽ, 0 ഇല്ലേ, നമ്മളിപ്പോൾ കം സ എഴുതി 0 സം ഇങ്ങനെ എഴുതുന്നതിനെ അനുസാരം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? ഇപ്പോഴല്ലേ അതറിയാവുന്നത്? നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു അക്ഷരം എഴുതിയിട്ട് അതിൻ്റെ കൂടെ 0 ഇട്ട് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പോൾ എഴുതിയിട്ടൊരു 0 അല്ലെങ്കിൽ ഇതിനകത്തിൽ ഇല്ലേ അപ്പോൾ ഈ ഇതിൻ്റെ ഒക്കെ വ്യഞ്ജനാക്ഷരങ്ങളുടെ ഒക്കെ കൂടെ ഒക്കെ നമ്മൾ 0 ഇട്ട് ഇങ്ങനെ 0 ഇട്ട് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനുസാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ലാസ്റ്റിലത്തെ ഇതിനെ നമ്മൾ വിസർഗം എന്നാണ് പറയുന്നത്. വിസർഗം. ഇത് അനുസാരവും ഇത് വിസർഗവുമാണ്. ഇതിനെ രണ്ടിനെയും ഈ സ്വരാക്ഷരങ്ങളിൽ നിന്നങ്ങ് മാറ്റിയിട്ട് ബാക്കി 13 അക്ഷരങ്ങളെ ഇപ്പോൾ എടുക്കുന്നുള്ളൂ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. മൊത്തം നമ്മൾ എഴുതുമ്പോൾ ഇതെല്ലാം എഴുതുന്നെങ്കിലും കേട്ടോ, പണ്ട് നമ്മൾ പറയത്തില്ലേ 6 അക്ഷരങ്ങൾ 54 അക്ഷരം എന്നൊക്കെ ഒരു ഡിജിറ്റ് നമ്മൾ പറയായിരുന്നു. ഇപ്പം അതിൽ നിന്ന് അക്ഷരങ്ങൾ കുറഞ്ഞ് വന്ന് ഇപ്പം മൊത്തം 49 അക്ഷരങ്ങളെ വന്ന് നിൽക്കുക കേട്ടോ. ഫസ്റ്റ് 51 അക്ഷരങ്ങളാണ് മൊത്തം കൂടെ കൂട്ടിയത് കേട്ടോ. അതിപ്പം നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ നോക്കിയാൽ 15 എണ്ണത്തിൽ നിന്ന് ഇത് രണ്ടും, അതായത് അനുസാരവും വിസർഗവും ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ബാക്കി 13 അക്ഷരങ്ങളേ ഉള്ളൂ. നിങ്ങൾക്കിത് അറിയാമായിരുന്നോ? ഇല്ലേ, നമുക്ക് സ്വരാക്ഷരങ്ങൾ ഇത്രയുണ്ടെന്ന് അറിയാം. ഇതിനകത്തിൽ അനുസാരവും വിസർഗവും ഒക്കെ ഉണ്ടായിരുന്നെന്ന് ഇപ്പോഴല്ലേ അറിയാവുന്നത്. അനുസാരം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ 0 ഇട്ട് കൊടുക്കുന്നതിന് കേട്ടോ. വിസർഗം എന്ന് വെച്ചാൽ 2 0 ഇട്ട് വെക്കുന്നത്. അപ്പം മൊത്തം 15 എണ്ണത്തിൽ 13 എണ്ണേ ഉള്ളൂ സ്വരാക്ഷരങ്ങൾ. ഓക്കെ ആണോ? അടുത്തത് വ്യഞ്ജനാക്ഷരങ്ങൾ. വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാൻ അറിയണേ കണ്ടോ. വ്യഞ്ജനാക്ഷരങ്ങൾ ടീച്ചർ എഴുതാൻ പറയുമ്പോൾ സ്വരാക്ഷരങ്ങൾ എന്ന് എഴുതിയിട്ട് തന്നെ ഇത് എഴുതണം. വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് എഴുതാൻ അറിയണം, എന്നിട്ട് വേണം ഇത് എഴുതാൻ. ക ഖ ഗ ഘ ങ, ച ഛ ജ ഛ ഞ, ട ഠ ഡ ഠ ണ, ത ഇഥ ദ ഇഥ ന, പ ഇഫ ബ ഇഫ മ, യ ര ല വ ശ ഷ സ ഹ ള ഴ റ. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഇത് ഞങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് എഴുതിപ്പിക്കുമ്പോൾ മിക്കവാറും
ഷാ എഴുതിയിട്ടായിരിക്കും ഷാ എഴുതുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനിയിപ്പം നിങ്ങൾക്കത് അറിയായിരിക്കും. അതുപോലെ തന്നെ ഇട്ടായുടെ വ്യത്യാസം ഞാൻ ഈ കുറേ പേരെ എഴുതിപ്പിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങളെ. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് എടുത്ത് പറയുന്നത് തെറ്റുന്നിടത്ത് കേട്ടോ. അതുപോലെ മിക്കവർക്കും റാ കാണത്തില്ല. അപ്പോൾ എവിടൊക്കെയാണ് ഈ തെറ്റ് വരുന്നത്? ങ്ങായ്ക്ക് വരെ എഴുതി വെക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. വ്യഞ്ജനാക്ഷരങ്ങൾ മൊത്തം 36 എണ്ണം ഉണ്ട് കേട്ടോ. അതായത് 5, 10, 15, 20, 25, 30, 35, പിന്നെ ഇവിടെ ഒരു റായോടായപ്പം 36 വ്യഞ്ജനാക്ഷരങ്ങളുണ്ട്. അപ്പം സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടി മൊത്തം എത്രയുണ്ട്? മൊത്തം 51 അക്ഷരങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ്, അനുസാരവും വിസർഗവും പോയി കഴിഞ്ഞാൽ ബാക്കി ഇപ്പം 49 അക്ഷരമേ ഉള്ളൂന്നാണ്. മനസ്സിലായോ? മലയാള അക്ഷരങ്ങൾ 49 ചുരുങ്ങിയിട്ടുണ്ട്. മറ്റേ രണ്ടും എടുക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ. ഇനി അതുപോലെ തന്നെ ചില്ലക്ഷരങ്ങൾ. ഇല്ല്, ഇന്ന് മൂന്നാമത് നമ്മൾ പഠിച്ചതാണ് ചില്ലൊക്കെ. ഓരോന്ന് ഓർത്തോണേ. സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ്, വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണ്, ചില്ലക്ഷരങ്ങൾ ഏതൊക്കെയാണ് കണ്ടോ. ഇൽ, ഇന്ന്, ഇറ്, ഇള്ള്, ഇണ്ട്, ഇതൊക്കെ വെച്ചുള്ള ഇല്ല്. മയിൽ, കുയിൽ എന്നൊക്കെ പറയില്ലേ. ഇന്നോ മാൻ, തേൻ, ഇറ്, പയറ്, വയർ എന്നൊക്കെ പറയത്തില്ലേ. ഇള്ള, തേൾ, വാൾ, തൂൺ, കൂൺ എന്നൊക്കെ പറയത്തില്ലേ. ഇതിൻ്റെയൊക്കെ കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ ഈ 5 എണ്ണമാണ് ചില്ലക്ഷരങ്ങൾ. ചില്ലക്ഷരങ്ങൾ മൊത്തം എത്ര? 5 എണ്ണം. ഇതൊക്കെ നിങ്ങളങ്ങ് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഇപ്പം തന്നെ അങ്ങ് പഠിച്ച അത്രയും കാര്യം. സ്വരാക്ഷരങ്ങൾ മൊത്തം 15 അതിൽ 2 എണ്ണം കട്ട് ചെയ്ത് ബാക്കി എഴുതുമ്പോൾ നമ്മൾ മൊത്തം എഴുതുന്നെങ്കിലും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന 13 എണ്ണം. പിന്നെ വ്യഞ്ജനാക്ഷരങ്ങൾ മൊത്തം 36 എണ്ണം കേട്ടോ. ചില്ലക്ഷരങ്ങൾ 5 എണ്ണം. പിന്നെ നമ്മൾ ഇനി ചിഹ്നങ്ങളാണ്. നിങ്ങളെ ചിഹ്നങ്ങൾ നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചായിരുന്നു അല്ലേ. ആ സ്വരാക്ഷരങ്ങളിൽ തന്നെ സ്വരചിഹ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ആ അല്ലേ, ആ കണ്ടോ, കാ, ഇ, കി, ഈ, കീ, ഉ, കു, ഊ, കൂ. വല്ല മനസ്സിലാവുന്നുണ്ടോ? അതോ ഞാൻ കൂക്കു ഓടിക്കുവാന്നോ? ഇവിടെ നോക്കൂ നിങ്ങളെ, ഇത് നമ്മൾ ഉച്ചരിക്കുന്നതിനുള്ള ചിഹ്നങ്ങൾ കണ്ടോ. ഈ ചിഹ്നം കണ്ടോ, അതായത് ഈ കാക്കാക്കി അറിയാമല്ലോ നമുക്ക്. കാക്ക, കീ, കീ, കൂക്കു, കീറ്, കീറോ, കേ, കൈ, കോ, കൗ, കം, കാം കേട്ടോ. കം, ഇത് രണ്ടും എന്താണെന്ന് നമ്മൾ പഠിച്ചതാ അല്ലേ. അമ്മും ആമും അല്ലേ പഠിച്ചതാ. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ഇത് മൊത്തമായി എഴുതുന്നത്. അതിനകത്തിലെ വള്ളികൾ ഓരോന്നും കണ്ടോ, വള്ളിയും പുള്ളിയൊക്കെ കണ്ടോ. ദീർഘങ്ങൾ കണ്ടോ, ചിഹ്നങ്ങളാണിതെല്ലാം. കാ, ദീർഘം കണ്ടോ, ഈ ദീർഘം വള്ളി, ചുറ്റിക്കെട്ടി വള്ളി കണ്ടോ. ഈ കുണുക്ക്, നമ്മുടെ കമ്മൽ പോലെ കുണുക്ക് കണ്ടോ. അതിൻ്റെ കൂ, കീറ്, കെ, ഒറ്റപ്പുള്ളി കണ്ടോ, ഒറ്റപ്പുള്ളി, കേ, ചുറ്റിക്കെട്ടി കണ്ടോ. കേ, കൈ, കോ, കൗ. ഇത് ചിഹ്നങ്ങളാണ്. ഇത് വെച്ചാണ് നമ്മൾ കൂടുതലും വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കാ മാറ്റിയിട്ട് ചായാക്കാം, സായാക്കാം, പായാക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം കേട്ടോ. അപ്പോൾ 3 എണ്ണം നമ്മൾ പഠിച്ചു. നോക്കിയേ, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചിഹ്നങ്ങളും. അതായത് ഇത് വെച്ചാണ് നമ്മൾ ഓരോ വാക്കുകളും തയ്യാറാക്കുന്നത് കേട്ടോ. ഓരോ വാക്കുകളും എഴുതുന്നത്. മലയാള അക്ഷരങ്ങൾ പകുതിയും തെറ്റാൻ കാരണം ഈ വള്ളിയും പുള്ളിയും ഒക്കെയാണ് എല്ലാവർക്കും അല്ലേ. ഇത് കൂടാതെ സ്വരചിഹ്നങ്ങൾ, ഇത് കൂടാതെ ചന്ദ്രക്കലയുണ്ട്, കണ്ടിട്ടുണ്ടോ? നമ്മളെ പിതാവ്, എന്ന് പറയുന്നിടത്ത് മാതാവ് കണ്ടോ. ഇങ്ങനെയുള്ള ചന്ദ്രക്കല നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായോ? പിതാവ്, മാതാവ്, പിന്നെന്താ അങ്ങനെയുള്ള വാക്കിൻ്റെ ഈ ചന്ദ്രക്കല. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചിഹ്നം കണ്ടിട്ടുണ്ടോ? കണ്ടോ? മനസ്സിലായോ? ആ വാക്ക് ഉപയോഗിച്ച് നമുക്ക് തുവ എന്ന് എഴുതത്തില്ല നമ്മൾ. തുവ കണ്ടോ, കുവ. എല്ലാത്തിൻ്റെ അവസാനം വാ എന്ന് പറഞ്ഞത്. തുവ, കുവ, പുക എന്ന് വാ എന്നല്ലേ നമ്മൾ ലാസ്റ്റിൽ ഉച്ചരിക്കുന്നത്. അങ്ങനെ വരുന്ന എല്ലാം എല്ല് തിരിച്ചിടുന്ന പോലെ ആയിരിക്കുന്നത് കേട്ടോ. അത് ഓർത്തോണേ. ഇനി അതുപോലെ യാ വരുന്ന നോക്കിയോ നിങ്ങൾ. യാ, കിയ, ഇപ്പം തീയ, കിയ ഉണ്ടോ. കിയ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ചുരുട്ടി ഇത്രയും വരണം കേട്ടോ. കിയ അകത്ത് കയറ്റെഴുതപ്പോൾ കീറോ ആയി പോവും. കീറോ എന്നൊക്കെ ആയി പോവും. പിന്നെ അതുപോലെ തന്നെ റാ ഇത്ര നമ്മൾ ത്ര. പിന്നെ ക്ര അല്ല റാ ക്ര. ഇതും ഇത് കൂടാതെയുള്ള ഈ ചിഹ്നങ്ങൾ, സ്വരചിഹ്നങ്ങൾ കൂടാതെയുള്ള ചിഹ്നങ്ങളാണ് ഇതെല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. ഇങ്ങനെ എഴുതുന്ന കീറ്, ഇങ്ങനെ എഴുതുന്ന ഇക്കിയ, വ്യ, ത്യ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇങ്ങനെ വരെ വരത്തുള്ളൂ കേട്ടോ, അകത്ത് കയറ്റത്തില്ല. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ എഴുതുന്നത് ക്വാ, ചുവാ, ടുവ എന്നൊക്കെയുള്ള. അപ്പോൾ ഇതൊക്കെ വള്ളി ചിഹ്നങ്ങൾ ഓർത്തണം. ഇതൊക്കെ നിങ്ങൾക്ക് സത്യത്തിൽ അറിയാമായിരുന്നോ നേരത്തെ? ഇനി അറിയത്തില്ലെങ്കിൽ തന്നെ ഇത് നോക്കി അങ്ങ് പഠിക്കണം കേട്ടോ. മലയാളം സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങളൊക്കെയാണല്ലോ ഇത്രയും.
ഓക്കെയാണ്. അടുത്ത് ഇനി നമ്മൾ കൂട്ടക്ഷരങ്ങൾ. ഈ കൂട്ടക്ഷരങ്ങൾ പഠിക്കാൻ ഞാനൊരു എളുപ്പ വഴി പറയാം കുഞ്ഞുങ്ങളെ. ഇത് നിങ്ങളോട് ഞാൻ പലരോടും കൂട്ടക്ഷരം എഴുതാൻ പറയുമ്പോൾ ഉണ്ടല്ലോ, ഇക്ക, ഇണ്ട, ഇത്ത എന്തൊക്കെ എല്ലാം കൂടെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തപ്പിപ്പറക്കി എഴുതുന്നതാണ് കൂട്ടക്ഷരങ്ങൾ എന്നാണ് പറയുന്നത്, ഇല്ലേ? എല്ലാം അവിടുന്ന്. പക്ഷേ ഇതിനൊരു എളുപ്പ വഴിയുണ്ട് കുഞ്ഞുങ്ങളെ. എന്താണെന്നറിയോ? നമ്മൾ കായ്ക്കങ്ങാന്ന് പഠിച്ചില്ലേ? അതിൻ്റെ കായ് അല്ലേ? അപ്പോൾ കാ വരുന്നത് ഇതാ, ഇക്ക, ഇങ്ക, ഇങ്ങ. മനസ്സിലായോ? കാ വരുന്നതിൻ്റെ ഇക്ക, ഇങ്ക, ഇങ്ങ. അടുത്ത കായ്ക്ക കഴിഞ്ഞ് ചായല്ലേ? ചാവേതാ, ഇച്ച, ഇഞ്ച, ഇഞ്ഞ. ഇക്ക, ഇങ്ക, ഇങ്ങ, ഇച്ച, ഇഞ്ച, ഇഞ്ഞ. ചായച്ച ഞാൻ കഴിഞ്ഞേതാ, ടായായപ്പോൾ ഇട്ട, ഇണ്ട, ഇണ്ണ. ഇട്ട, ഇണ്ട, ഇണ്ണ. അത് ടായിട്ടാണ് കഴിഞ്ഞിട്ട് താ വരുന്നത് ഇത്ത, ഇന്ത, ഇന്ന. തായ്ത്ത ന, അല്ലേ? ഇത്ത, ഇന്ത, ഇന്ന. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? അതായത് നമ്മൾ കായ്ക്കങ്ങ അറിയാവുന്ന ഒരാൾക്ക് കൂട്ടക്ഷരങ്ങൾ എഴുതാൻ എളുപ്പമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കായ്ക്കങ്ങ, അപ്പോൾ ഇക്ക, ഇങ്ക, ഇങ്ങ. ചായ്ച്ച ഞ, അപ്പം ചായലല്ലേ തുടങ്ങി ഇച്ച, ഇഞ്ച, ഇഞ്ഞ. ടായിട്ട ഇട്ട, ഇണ്ട, ഇണ്ണ. തായ്ത്ത ന, ഇത്ത, ഇന്ത, ഇന്ന. അപ്പം അടുത്തേതാ ഇപ്പയല്ലേ? അപ്പം എന്താ ഇപ്പ, ഇമ്പ. വായ്പ മായായപ്പ ഇപ്പ, ഇമ്പ, ഇമ്മ. അടുത്തേ യാരാലാവയല്ലേ? അപ്പം രായ്ക്കില്ല കേട്ടോ. പിന്നെ ഷായ്ക്കൊക്കെ നമ്മളെ ഇഷ എന്ന് പറയണമെങ്കിൽ 2 ഷാ ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? ഇഷ. പിന്നെ യാരാലാവ ഷാ എന്ന് എഴുതുന്നത് എങ്ങനെയാ? 2 ഷാ നമ്മൾ ഇട്ട് കൊടുക്കണ്ട. ഇക്ഷ എന്ന്. പക്ഷേ ഈ 2 ഷാ അല്ല നിങ്ങൾ. ഇക്ഷയ്ക്ക് നമ്മൾ കണ്ട് ഇങ്ങനെ ഇക്ഷ എഴുതുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് അതില്ലാത്തതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരത്തില്ല. രാ ഇല്ല അല്ലേ? ല, ഉവ്വ, ഇള്ള, ഇറ്റ, ഇൻറ്റ. ഇത്രയുമാണ് നമ്മൾ കൂട്ടക്ഷരങ്ങൾ പൊതുവായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ കേട്ടോ. ഇത്രയും. അതായത് ഇവിടുന്ന് നമ്മളോട് കൂട്ടക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര എഴുതിയാൽ മതി കേട്ടോ. ഇൻറ്റ വരെ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നമ്മൾ കൂട്ടക്ഷരങ്ങൾ നമ്മളോടൊന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര എഴുതിയാൽ മതി. ഇനി ഇത് കൂടാതെ ഉള്ളതാണ് ഇക്ഷ, ഇത്ര, ഇജ്ഞ, ഇച്ഛ, ഇഷ്മ, ഇത്ത. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇന്ത എന്ന് വെച്ചാൽ 2 അക്ഷരങ്ങൾ കൂടിയിരിക്കുന്നു. 2 അക്ഷരം ഡിഫറൻറ്റ് വരുന്നില്ലേ? നമുക്ക് നമ്മൾ അച്ഛൻ എഴുതുമ്പോഴേ നമ്മളെന്താ ഒന്നുകിൽ നമ്മൾ ഇങ്ങനെ അച്ഛൻ എന്ന് എഴുതാം അല്ലേ? അതല്ലെങ്കിൽ എഴുതാം എഴുതിയിട്ട് ചായയുടെ അടിയിൽ. അപ്പം നമ്മളെന്താ ചന്ദ്രക്കല വേണ്ട. അങ്ങനെ എഴുതുമ്പോൾ ചന്ദ്രക്കലയെ ഒഴിവാക്കി നമുക്ക് അച്ഛൻ എന്ന് എഴുതാം. ഓക്കെ ആണോ? മനസ്സിലായോ? അതായത് 2 അക്ഷരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെ കൂട്ടക്ഷരങ്ങൾ അതും കൂടിയിരിക്കുകയാണ്. പക്ഷേ അത് 2. അതുപോലെ ഇന്താന്ന് വെച്ചാൽ നായും ഇന്തായും അല്ലേ? നായുടെ ചന്ദ്രക്കല ഇന്ത. അത് നമ്മൾ ഒരുമിച്ച് കണ്ടോ ഇങ്ങനെ എഴുതുന്നത്. ഇതൊക്കെയും കൂട്ടക്ഷരങ്ങളാണ്. പക്ഷെ നമ്മൾ ഇത്രയും നിങ്ങളിത് കണ്ടിട്ടുണ്ട്. ഇന്താ, ഇച്ഛ, ഇന്താ, ഉമ്മ, ഇന്താ, ഇക്കള, എന്നൊക്കെയുള്ള വാക്കുകളുണ്ട്. നിങ്ങളിതൊന്നും കണ്ട് പേടിക്കണ്ട. നമുക്ക് ഇത്ര അറിഞ്ഞാൽ മതി മിനിമം കേട്ടോ. ഇത്രയേലും മിനിമം അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച രീതി അനുസരിച്ച് ഇംഗ്ലീഷ് മൊത്തം 26. നിങ്ങൾക്ക് ഈ എല്ലാം GK ആയിട്ടും ഒക്കെ പഠിച്ചു വെച്ചേക്കാം നിങ്ങൾ. ഇംഗ്ലീഷ് മൊത്തം എത്ര അക്ഷരമുണ്ട്? 26. ഇപ്പം ഇത് കാണുന്നത് കൊണ്ട് നിങ്ങൾ ഓരോന്നും പഠിക്കുന്നുണ്ടത്. കാണുന്നവർക്ക് അല്ലേ ഇത് ഓരോന്നും പഠിക്കുന്നുണ്ട്. മലയാള അക്ഷരങ്ങൾ നമ്മൾ മൊത്തവും പഠിച്ചു. ഏതൊക്കെയാ? സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, അതിനകത്തിലെ അനുസാരവും വിസർഗവും ഒക്കെ എന്താണെന്നും അല്ലേ? വ്യഞ്ജനാക്ഷരങ്ങൾ, പിന്നെ കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ അല്ലേ? പിന്നെ ദീർഘങ്ങളുള്ളതുണ്ട്. കാക്ക, കീക്കി ഒക്കെ അല്ലേ? പിന്നെ എന്താണ്ട് മലയാളം മൊത്തം 51 അക്ഷരങ്ങളിൽ ചുരുങ്ങി 2 എണ്ണം അല്ലേ ആമും പോയി കഴിഞ്ഞാൽ ബാക്കി 49 അക്ഷരങ്ങളെ ഇപ്പം നിലവിലുള്ളൂ കേട്ടോ. സ്വരാക്ഷരങ്ങളുടെ ഒടുവിൽ ചേർത്തിരിക്കുന്ന അനുസാരവും വിസർഗവുമാണ്. അനുസാരവും വിസർഗവും എന്നിവയെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് അത് അവിടെ ചേർത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ഇച്ചിരി കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാനങ്ങ് പറയുന്നത് നിങ്ങൾ ഓർത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടോ അതിനെ എഴുതി വെച്ചത്
മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? മലയാളത്തെക്കുറിച്ച് ഇത്രയും മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. വീട്ടിലെ അമ്മമാരിത് കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മലയാളം ഡിക്റ്റേഷൻ ഇടണം. ചെറിയ ചെറിയ വാക്കുകളിൽ നിന്നും വലിയ വലിയ വാക്കുകൾ ഡിക്റ്റേഷൻ ഇട്ട് പഠിക്കണം. വെറുതെ സമയം, അമ്മമാർക്കും കൂടി പറയുന്നതാണ്, ഫോണിൽ നോക്കി സമയം കളയരുത്. കുഞ്ഞുങ്ങൾക്ക് വെക്കേഷനൊക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ മലയാളം, ഇപ്പോൾ കുട്ടികളെല്ലാം വാക്കുകളൊക്കെ തെറ്റിക്കുന്നുണ്ട്. ഒന്നിനും നേരെ ജോലി എഴുതാൻ അറിയുന്നില്ല. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, കുറേ പേർക്ക് മലയാളം നല്ലതുപോലെ എഴുതാൻ അറിയത്തില്ല. ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല കുഞ്ഞുങ്ങളെ. മലയാളത്തിന് വള്ളിയും പുള്ളിയും ഒരെണ്ണത്തിനും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഡിക്റ്റേഷനൊക്കെ ഇടുമ്പോൾ കുട്ടികൾക്ക് ചെറിയ ചെറിയ വാക്കുകളിൽ നിന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർക്കത് പഠിക്കും. നിങ്ങൾക്ക് തന്നെയാണ് അത് ഉപകാരം കേട്ടോ. മലയാളം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസറുകളും കുട്ടികളുടെ നോക്കുമ്പോൾ ഫുള്ള് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മലയാളത്തിൻ്റെ മൊത്തം അക്ഷരങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് മലയാളം 26 അക്ഷരങ്ങളാണ്, അതിനൊരു മാറ്റവും ഇല്ല. മലയാളത്തിൽ 51 അക്ഷരം, നമ്മുടെ മോഹൻലാൽ ഒരു പാട്ട് പാടില്ലേ, 51 അക്ഷരം ചൊല്ലിപ്പഠിപ്പിച്ച എൻ ഗുരുനാഥനല്ലേ അല്ലേ, അതിനകത്തിലെ 2 എണ്ണം അങ്ങ് പോയി, ബാക്കി 49 അക്ഷരം. ഓക്കെ ആണോ നിങ്ങളെ? ഇത് ഞാൻ വെക്കേഷൻ ക്ലാസ്സിന് എടുക്കുന്നതാണ്. നമ്മുടെ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 14-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് നമ്മൾ ഒന്നാമത്തെ ദിവസം ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ ദിവസം അപ്പം ഞാൻ വരുമ്പോൾ ഇതെല്ലാം കാണാതെ എഴുതിപ്പിച്ചിട്ട് അടുത്തത് പഠിപ്പിക്കും. വീണ്ടും ആ അടുത്തതും ആദ്യത്തെയും കൂടെ അതിൻ്റെ പിറ്റേ ദിവസം പഠിപ്പിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് മാത്സിന് ബേസ് എല്ലാം ഇംഗ്ലീഷും മാത്സുമാണ് നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ദിവസത്തെയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലെ വലിയ അക്ഷരങ്ങളാണ്. നിങ്ങളെല്ലാവരും എഴുതി വെക്കുന്നത് ഈ തെറ്റുണ്ട് കേട്ടോ. എല്ലാം അറിയാവുന്ന കുട്ടികളുമുണ്ട്, ഇതൊക്കെ തെറ്റുന്ന കുട്ടികളുമുണ്ട്. വലിയ അക്ഷരവും ചെറിയ അക്ഷരവും കൂടെ തിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അത് പഠിക്കണം. എഴുതി വെച്ചിട്ടുണ്ട്, അറിയാൻ വയ്യാത്തവർ നോക്കുക. ഹിന്ദി അതുപോലെ തന്നെ, മലയാളത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്വരാക്ഷരങ്ങളിന് സ്വർ അക്ഷരം അല്ലേ, സ്വരാക്ഷരങ്ങളിൽ ഹിന്ദിയിൽ സ്വർ അക്ഷരങ്ങൾ എന്നാ. അപ്പോൾ അതിനകത്തിൽ നോക്കിയേ, എഴുതുന്ന ഓരോ അക്ഷരങ്ങളും നോക്കിയേ കുഞ്ഞുങ്ങളെ. എഴുതുന്നാണ്ട് ഈ കമ്പയിൽ ഈ ഒരു കമ്പ് കണ്ടില്ലേ, അതിൻ്റെ മണ്ടയെ മാത്രം വരച്ചാൽ മതി കേട്ടോ. ഈ ഉ ഊ ഈറോ എഴുതുന്നത് കണ്ടോ, ഈറ്. എ കഴിഞ്ഞാൽ ഇല്ല കേട്ടോ. പിന്നെ ഐ ഓ ഔ ആം. ഹിന്ദിയിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇല്ലാത്തത്, ഏതൊക്കെ അക്ഷരങ്ങളാണ് ഉള്ളതെന്ന് നല്ലതുപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങളിന് വ്യഞ്ജൻ അല്ലേ, വ്യഞ്ജനാക്ഷരം നോക്കിക്കേ. കായ് ഖ ഗായ് ഖ ങ. നായയുടെ കണ്ടോ, അതിൻ്റെ ഇപ്പുറത്തൊരു കുത്തുണ്ട്. മിക്കവാറും ഉള്ളവർക്കൊന്നും ആ കുത്തില്ല, കുത്തിടാൻ മറക്കല്ലേ കുഞ്ഞുങ്ങളെ. ചായ് ഛ ജായ് ഛ ഞ. ടായ് ഠ ഡായ് ഠ ണ. തായ് ഥ ദായ് ഥ ന. പായ് ഫ ബായ് ഫ മ. യാ രാ ലാ വാ ശ. ഷ സ ഹ. അതായത് ഇത്രയാണ് മെയിൻ അക്ഷരങ്ങൾ. ഇതിനകത്തിൽ പലതിനെയും ഈ തായ് വിത്തയൊക്കെ അപ്പുറം ഇപ്പുറം ഒക്കെ മാറിക്കിടക്കുക. അറിയാമെന്ന് പറഞ്ഞാൽ ആരും ഇരിക്കരുത്, എഴുതി തന്നെ പഠിക്കണം. ഹിന്ദി ടീച്ചർ ഫസ്റ്റ് ദിവസം വരുമ്പോൾ നിങ്ങളെ ക്ലാസ്സിൽ ആദ്യമായിട്ട് എഴുതിപ്പിക്കുന്നത് ഹിന്ദി അക്ഷരങ്ങളാണ്. അപ്പോൾ അത് തെറ്റാതെ എഴുതിക്കോ. ആദ്യത്തെ ദിവസം തന്നെ ടീച്ചറിന് നിങ്ങളെ ഒരു മതിപ്പ് തോന്നും, അത്രേ ഉള്ളൂ അല്ലേ. കൊച്ചിരി പഠിക്കുന്ന കൊച്ച എന്നൊക്കെ ആ ടീച്ചറിനൊന്ന് മനസ്സിൽ തോന്നും കേട്ടോ. അതുകൊണ്ട് ഇത് തെറ്റിക്കല്ലേ. ഇവിടെ എല്ലാവർക്കും തെറ്റുന്നുണ്ട് കുഞ്ഞുങ്ങളെ. ഈ തെറ്റുന്ന എവിടെയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് അവിടെ വരുമ്പം ഞാനത് പറയുന്നത് കേട്ടോ. ഇനി ഇത് കൂടാതെ കഴിഞ്ഞിട്ട് നോക്കിയേ, ഇക്ഷ ഇത്ര ഇജ്ഞ എന്ന് പറയുന്ന 3 അക്ഷരമുണ്ട്. എന്താ കുഞ്ഞുങ്ങളെ? ഇക്ഷ ഇത്ര ഇജ്ഞ, പിന്നെ ഇസ്ര കേട്ടോ. ഇത് വേണേ ഒഴിവാക്കാം, പക്ഷെ ഇത് 3ഉം കൂടെ ഇത് ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും എഴുതുന്നത്. പിന്നെ ഇതുകൂടെ എഴുതിക്കോ. ഇക്ഷ, ഫസ്റ്റ് ഇക്ഷ കേട്ടോ. ഇക്ഷ ഇത്ര ഇഞ്ഞ. നമ്മൾ ഇവിടെ വ്യഞ്ജനം എന്നെഴുതിയില്ലേ, ഇഞ്ഞ ഉണ്ടോ, ആ ഇഞ്ഞ വ്യഞ്ജനത്തിൻ്റെ. അതുപോലെ തന്നെയാണ് കാക്കാക്കി. ഇതിൻ്റെ വള്ളിയും കറക്റ്റ് എവിടെ എഴുതുന്നതെന്ന് ആർക്കും ഇപ്പോഴും അറിയത്തില്ല കുഞ്ഞുങ്ങളെ. അത് നല്ലപോലെ നോക്കിക്കണേ. കായടിപ്പുറത്ത് വലതുവശത്താണ് കേട്ടോ. കീയുടെ ഫസ്റ്റ് ലെഫ്റ്റിലാണ് എഴുതേണ്ടത് കേട്ടോ. വള്ളി ഫസ്റ്റ് ലെഫ്റ്റിലാണ് കേട്ടോ. എല്ലാവർക്കും അത് ഡൗട്ടാണ്. പിന്നെ കീ വലത്ത് വശത്ത്. കൂവിൻ്റെ ഇങ്ങോട്ടാണ്. ചുറ്റിക്കെട്ടി വെള്ളി അങ്ങോട്ടാണ്. കീറോ കണ്ടോ അങ്ങോട്ടാണ്. ഇത് രണ്ടും കൂടെ തിരിഞ്ഞു പോകുന്നുണ്ട് എല്ലാവർക്കും. കൂവും കീറോയും കൂടി ഞാൻ ഈ തിരിഞ്ഞു പോകുന്ന ഓരോന്നും ഓർത്തോണേ. കൂവും കീറോയും തിരിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ കേ ഇല്ല, കേയ്ക്ക് 1 വര, കൈക്ക് 2 വര. കൗ കം കാം. കണ്ടോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇതങ്ങ് എഴുതിയെടുക്കണേ. കാണാൻ പറ്റുന്നുണ്ടല്ലോ, വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ കേട്ടോ. കാരണം നമ്മളെ സ്കൂൾ തുറക്കുമ്പോൾ ടെസ്റ്റ് എടുത്തിട്ട് പല കാര്യങ്ങളാണ് പഠിക്കുന്നത്.
പക്ഷെ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിഞ്ഞെങ്കിലല്ലേ പറ്റൂ. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതും കൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. അന്നേരം നമുക്ക് ടെസ്റ്റ് പഠിക്കണം. അതുകൊണ്ട് ഇത് നിങ്ങൾ വൃത്തിയായിട്ട് ഇപ്പം അങ്ങ് പഠിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കണേ കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷും ഹിന്ദിയും അത്രയേ ഉള്ളൂ. നമ്മൾ മലയാളം ഫുൾ അക്ഷരം പഠിച്ചു, ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ സ്മാൾ ലെറ്റർ പഠിച്ചു, പിന്നെ ഹിന്ദി സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അതുപോലെ തന്നെ കാക്കാക്കി ചിഹ്നങ്ങളും പഠിച്ചു. പിന്നെയാണ് മാത്സിലോട്ട് കയറി കഴിഞ്ഞാൽ എന്താ, മാത്സിൻ്റെ ആദ്യം എന്താ അറിയണം കുഞ്ഞുങ്ങളെ? ടേബിൾ അറിയണം. അതായത് 3ാം ക്ലാസ് മുതലുള്ളവർ ടേബിൾ പഠിച്ചേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് CBSE കേരള എല്ലാ സിലബസിനും 3ാം ക്ലാസ് മുതൽ ടെസ്റ്റ് എടുത്ത് നോക്കാമെങ്കിൽ ഇന്നത്തെ ഇപ്പോൾ പുതിയ ടെസ്റ്റായാലും പഴയ ടെസ്റ്റായാലും ടേബിൾ അതിനകത്തിലുണ്ട് കുഞ്ഞുങ്ങളെ. അത് പഠിച്ചേക്കത്തുള്ളൂ കേട്ടോ. അപ്പം ആദ്യം 0 നിങ്ങൾ ഇത്രയും ഓർത്താൽ കുഞ്ഞുങ്ങളെ, ഏതൊരു സംഖ്യയുടെ കൂടെ 0 ഇൻറ്റു ചെയ്താലും ആൻസർ 0 ആയിരിക്കും കേട്ടോ. ഏതൊരു സംഖ്യയുടെ കൂടെയും 0 ഇൻറ്റു ചെയ്താൽ, 0ൻ്റെ കൂടെ ഏതൊരു സംഖ്യ ഇൻറ്റു ചെയ്താലും 0 തന്നെ ആയിരിക്കും കേട്ടോ. ഇനി 1ൻ്റെ കൂടെ ഏതൊരു സംഖ്യ ഇൻറ്റു ചെയ്താലും ആ സംഖ്യ തന്നെ ആയിരിക്കും. ഇപ്പോൾ 8 ഇൻറ്റു 1 8 ആണ്, 10 ഇൻറ്റു 1 10 ആണ് അല്ലേ, 15 ഇൻറ്റു 1 15 ആണ്. അപ്പോൾ നമ്മൾ 0യുടെയും 1ൻ്റെയും ടേബിൾ പറയാൻ നമുക്കറിയാം. പിന്നെ 2 എന്ന് വെച്ചാൽ ഇവൻ നമ്പർ അങ്ങ് പഠിച്ചാൽ മതി. ഇവൻ നമ്പർ എന്ന് വെച്ചാൽ എന്താ, ഇരട്ട സംഖ്യ 2 4 6 8 10 അല്ലേ, അതങ്ങ് എഴുതിയാൽ മതി കേട്ടോ. പിന്നെ 3 തൊട്ടാണ് നല്ലതുപോലെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് എന്താ ഏത് കൊച്ചു പിള്ളേർക്കും പഠിക്കാൻ പറ്റും. 0യുടെ ടേബിൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ എത്ര നമ്പർ എഴുതി വെച്ചോ ആൻസർ 0 ആയിരിക്കും. 1ൻ്റെ ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സംഖ്യയെ 1 ചെയ്താലും ആ സംഖ്യ തന്നെ ആയിരിക്കും. 2ൻ്റെ ടേബിൾ എന്ന് വെച്ചാൽ ഇവൻ നമ്പർ അങ്ങ് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 3ാമത്തെ നോക്കി, 3ൻ്റെയും 4ൻ്റെയും ഒക്കെ ടേബിള് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല, നിങ്ങളാണ് പഠിക്കേണ്ടത്. ഇതിനകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങൾ, അതിരുന്ന് പഠിക്കണം. മിനിമം 10 വരെയുള്ള ടേബിൾ അതുകൊണ്ട് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. മിനിമം 10 വരെയുള്ള ടേബിൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. 10 വരെ, അതായത് ഇത് കാണുന്നത് 7ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 6ാം ക്ലാസ് മുതലുള്ളവർ, പ്രത്യേകിച്ച് CBSE ആണെങ്കിൽ 12 വരെയും ടേബിൾ പഠിച്ചിരിക്കണം കേട്ടോ. 7 മുതൽ ഉള്ളവർ 15 വരെയും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് അറിഞ്ഞിരിക്കാന്ന് വെച്ചാൽ കണക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ മിനിമം 12 വരെയും പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. കാരണം കണക്ക് ചെയ്യാൻ നേരം അതൊരു എളുപ്പമാണ്. ഇനി നോക്കിക്കേ, ഏതൊരു സംഖ്യ കേട്ടോ, ഇതെല്ലാം വെക്കേഷൻ ക്ലാസ്സിൻ്റെ എളുപ്പ വഴികൾ, നമുക്ക് എങ്ങനെ എളുപ്പ വഴിയിൽ കണക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളതാണ്. 10 ഇൻറ്റു 10 എത്ര കുഞ്ഞുങ്ങളെ? ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുമ്പോൾ ഇതൊരു എളുപ്പ വഴിയാണ്. ആദ്യം തന്നിരിക്കുന്ന സംഖ്യ അതുപോലെ എഴുതുക കേട്ടോ. ഇവിടെ എത്ര 0 ഉണ്ട്, ആ 0 ഇട്ട് കൊടുക്കുക. തന്നിരിക്കുന്ന സംഖ്യയെ അതുപോലെ എഴുതുക. ഇവിടെ എത്ര 0 ഉണ്ട്, 2 0. തന്നിരിക്കുന്ന സംഖ്യയെ അതുപോലെ എഴുതുക. ഇവിടെ എത്ര 0 ഉണ്ട്, 3 0 കണ്ടോ. ഇങ്ങനെയൊക്കെയുള്ള ക്ലൂ പഠിച്ച് വെക്കാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ചോദിക്കും എന്താ 2 ഇൻറ്റു 10 എത്ര? 20 ആണ് അല്ലേ. 4 ഇൻറ്റു 100 എത്ര ആണ്? തന്നിരിക്കുന്ന സംഖ്യയെ അതുപോലെ എഴുതുക അല്ലേ. 0 എത്ര ഉണ്ട്, 2. ഇപ്പോൾ പിടികിട്ടിയോ? ഇപ്പോൾ 25 ഇൻറ്റു 100 ആണെങ്കിലോ എങ്ങനെയാ കുഞ്ഞുങ്ങളെ? തന്നിരിക്കുന്ന ചോദ്യത്തിനെ അതുപോലെ, ചോദ്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിജിറ്റിനെ അതുപോലെ എഴുതുക. പിന്നെ എത്ര 0 ഉണ്ട്, 2 0. ഇപ്പോൾ പിടികിട്ടിയോ? മനസ്സിലായി? അതിപ്പോൾ എത്രയോ ആയിക്കോട്ടെ, ഇപ്പം 1000 ആയിക്കോട്ടെ, 1000 ഇൻറ്റു 1000 ആയിക്കോട്ടെ, എന്താ 1000നെ അതുപോലെ എഴുതുക കേട്ടോ. 1000നെ അതുപോലെ എഴുതിയിട്ട് പിന്നെ എത്ര 0 ഉണ്ട്, 3 0. ആ 3 0 കൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? ചെയ്യാമല്ലോ. ഇത്രയും ഓക്കെ ആണോ? വാരി വലിച്ച് പഠിക്കേണ്ട കുഞ്ഞുങ്ങളെ, പറയുന്നത് മാത്രം കേട്ടാൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത ഇനി മാത്സിനകത്തിലെ നമ്മൾ ഫസ്റ്റ് മാത്സിനകത്തിലെ ടേബിളാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് കൂട്ടാനാണ്, അഡീഷൻ. എന്താണ് ഈ അഡീഷൻ എന്ന് വെച്ചാൽ കൂട്ടുക എന്നല്ല ഇല്ലയോ. ഏതൊരു സംഖ്യയും എന്താ, ഞാനൊരു എക്സാമ്പിൾ പറയാം. 4 9 2 5 3 അല്ലേ. ഇത് നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാനങ്ങ് പറയുക. ചുമ്മാ അതൊരു സംഖ്യ ഉണ്ട്, ഈ ഒരു സംഖ്യ അല്ലേ. കൂട്ടുന്നത് എങ്ങനെയാണ്? അഡീഷൻ നമ്മൾ ഫസ്റ്റ് ഒന്ന് ചുമ്മാ തുടങ്ങി വെച്ചെന്നേ ഉള്ളൂ. അഡീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ഉം 3ഉം അല്ലേ, 4ഉം 3ഉം കൂടെ 4ഉം 3ഉം 7 ആണ്. 5ഉം 5ഉം 10 ആണ് അല്ലേ. 5ഉം 5ഉം 10ൻ്റെ ലാസ്റ്റിലത്തെ 0 ഇവിടെ എഴുതുക. ഫസ്റ്റ് തരുന്ന സംഖ്യ ഇതിൻ്റെ കൂടെ കൂട്ടുക. അറിയാമല്ലോ. അറിയാൻ വയ്യാത്തവരൊന്ന് കണ്ടോണേ കുഞ്ഞുങ്ങളെ. 4ഉം 3ഉം 7 ആണ്. 5ഉം 5ഉം 10. ഇത് മിക്കവാറും ഡൗട്ട് ഈ കൊച്ചു പിള്ളേരെല്ലാം കാണുന്നുണ്ടെങ്കിൽ ഇതിലേതാണ് ഇവിടോട്ട് എഴുതുന്നതെന്ന് ഡൗട്ട് വരും. അപ്പം ലാസ്റ്റിൽ വരുന്നതാണ് ഇവിടെ എഴുതേണ്ടത്. ഫസ്റ്റിൽ വരുന്നത് ഇവിടുത്തെ തൊട്ടിപ്പുറത്തെ സൈഡിൽ കൊടുക്കുക കേട്ടോ. 2ഉം 2ഉം 4ഉം 1ഉം 5 ആണ്. പിന്നെ ശിഷ്ടമൊന്നുമില്ല. 9ഉം 0ഉം 9 ആണ്. 4ഉം 1ഉം 5 ആണ്. ഇതാണ് അഡീഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയാം, എന്നാലും കേട്ടോ
അങ്ങനെ എല്ലാവരും അങ്ങ് അറിയാമെന്ന് പറയണ്ട, മിക്കവാറും ഉള്ളവർക്കെല്ലാം ഇവിടെ 6 വന്നാൽ ഇവിടെ 8 ആയിരിക്കും, ഇവിടെ അങ്ങനെയൊക്കെയും തെറ്റുന്നുണ്ട് കേട്ടോ. അപ്പം 4 3 7 5 5 10 ശിഷ്ടം 1 2 2 4 1 5 9 5. ഓക്കെ ആണോ? ഇതാണ് അഡീഷൻ. മുകളിൽ കിടക്കുന്നത് താഴെ കിടക്കുന്നതിനെ കൂട്ടുക കേട്ടോ. സബ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ ഇപ്പം എന്തൊക്കെയാണ് 2 9 4 6 8 മൈനസ് 1 2 5 3 7. നോക്കിക്കേ, 8 നിന്ന് 7 കുറയ്ക്കാം. മുകളിൽ കിടക്കുന്ന സംഖ്യയാണ് താഴെ കിടക്കുന്ന സംഖ്യ. അതായത് വലിയ സംഖ്യയിൽ നിന്നാണ് ചെറിയ സംഖ്യ കുറയ്ക്കേണ്ടത്. മുകളിൽ കിടക്കുന്നത് വലുതാണ്. 8 നിന്ന് 7 പോയാൽ 1 ആണ്. 6 നിന്ന് 3 പോയാൽ 3 ആണ്. 4 നിന്നും 5 പോകുമോ? ഇല്ല. അപ്പം തൊട്ടിപ്പുറത്ത് കിടക്കുന്ന 9 നിന്ന് ഇങ്ങോട്ട് കടമെടുത്തു. അപ്പം മിക്കവാറും ഉള്ളവർ ഇവിടെ ഇങ്ങോട്ട് കടമെടുത്തിട്ട് ഇവിടെ 5 എന്ന് എഴുതി വെക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം അറിയാമെന്നും പറഞ്ഞ് ആരും തള്ളിക്കളയണ്ട. ചില കുട്ടികൾ എന്താ ഇപ്പുറത്തുനിന്ന് കടവെടുക്കുമ്പോൾ ഈ 4 അങ്ങ് 5 ആയിട്ട് 5 നിന്ന് 5 കുറച്ചാൽ 0 എന്ന് എഴുതി വെച്ചവരെയും എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെയല്ല കുഞ്ഞുങ്ങളെ, ഇവിടെ 4 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, തൊട്ടിപ്പുറത്ത് കിടക്കുന്നതിൽ നിന്ന് കടമെടുക്കുക എന്ന് പറയുന്നത് ആ ഒന്നിനെ അതുപോലെ കാണിക്കുക. 14 ആണ്. 14 നിന്ന് 5 പോലെ എത്ര കുഞ്ഞുങ്ങളെ? 14 നിന്ന് 5 പോയത്, അതായത് 6 7 8 9 10 11 12 13 14 കേട്ടോ. വിരലിലൊക്കെ കൂട്ടി അങ്ങ് ചെയ്തോ, 9 വന്നു. അപ്പോൾ ബാലൻസ് ഇവിടെ എത്ര? 8 ആണ് അല്ലേ. 8 നിന്ന് 2 പോയാൽ 6 ആണ്. 2 നിന്ന് 1 പോയാൽ 1 ആണ്. കണ്ടോ, കടമെടുത്ത് ചെയ്യാൻ പഠിപ്പിച്ചതാണ്. ഇവിടെ നമുക്ക് ശിഷ്ടം വന്ന് ചെയ്യാൻ ആദ്യം പഠിപ്പിച്ചു. ശിഷ്ടം വന്നാൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്ത് ചെയ്യുക കേട്ടോ. സബ്ട്രാക്ഷൻ കുറയ്ക്കുമ്പോൾ കടമെടുക്കുന്നത് 8 നിന്ന് 7 പോകും 1, 6 നിന്ന് 3 പോകും 3, 4 നിന്ന് 5 പോകത്തില്ല. തൊട്ടിപ്പുറത്തുനിന്ന് കടമെടുത്തപ്പോൾ 4 അങ്ങ് 14 5 അല്ലേ. എടുത്ത് പറയുക, ഇപ്പുറത്ത് കടമെടുക്കുമ്പോൾ 5 അല്ല 14. 4 14 ആണ്. ഇവിടെ 5 ആണ് 15 ആണ്. 6 ആണെങ്കിൽ 16 കേട്ടോ. 14 14 നിന്ന് 5 പോയാൽ 9 ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഒന്ന് ഇങ്ങോട്ട് കടം കൊടുത്തത്. അപ്പോൾ ഇവിടെ 8 8 നിന്ന് 2 പോയാൽ 6 ആണ്. പിന്നെ ഇവിടെ 2 നിന്ന് 1 പോയാൽ 1 ആണ്. ഓക്കെ ആണോ നിങ്ങളെ? ഒന്നിനെയും നിസ്സാരമായിട്ട് കരുതല്ലേ. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ 29 8 ഇൻറ്റു 32. വലിയ വലിയ സംഖ്യകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഹോംവർക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കുഞ്ഞുങ്ങളെ. ഹോംവർക്കായിട്ട് അടുത്ത ലിങ്കിൽ ഞാൻ വേണ്ടുന്നൊരു കമൻറ്റ് ബോക്സിൽ പറ, ഞാൻ അതിൻ്റെ ഹോംവർക്ക് തരാം കേട്ടോ. 2 8 16 ശിഷ്ടം 1, 2 9 18 1 19 ശിഷ്ടം 1, 2 2 4 1 5. എങ്ങനെയാണ് കിട്ടിയെന്നറിയാമോ? വേണേൽ അറിയാൻ വയ്യാത്തൊരു ദണ്ട് ഇതിനെ അങ്ങ് ഹൈഡ് ചെയ്ത് വെക്കണേ. എന്നിട്ട് മറ്റേതിനെ മാത്രം വെച്ച് ചെയ്യുക കേട്ടോ. 2 8 16 ശിഷ്ടം 1, 2 9 18 1 19 ശിഷ്ടം 1, 2 2 4 1 5. അപ്പം ഇതിൻ്റെ കഴിഞ്ഞു കേട്ടോ. ഇനി ആരാ അടുത്ത? 3 8 24 ശിഷ്ടം 2, 3 9 27 27 2 29 ശിഷ്ടം 2, 2 3 6 6 2 8. ശരിയാണോ? 24 ശിഷ്ടം 2, 9 27 28 29 ശിഷ്ടം 2, 2 3 6 2 8. ഓക്കെ. ഇനി 2 എണ്ണം വന്നു കഴിഞ്ഞാൽ കൂട്ടണം. 6നെ താത്രയ്ക്ക് 6, 9 4 13 അല്ലേ. 13 ശിഷ്ടം 1, 10 15 ശിഷ്ടം 1, 8 1 9. കണ്ടോ, മൾട്ടിപ്പിൾ കഴിഞ്ഞു. ഓക്കെ ആണോ നിങ്ങളെ? മൾട്ടിപ്പിൾ ഇനി ഒരെണ്ണോടെ ചെയ്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡിവിഷനാണ് അല്ലേ. ഡിവിഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ചോദ്യം ഇപ്പോൾ 96 8 ഡിവൈഡ് 4 എന്ന് തരിക. ഇങ്ങനെ ആയിരിക്കും ചോദ്യം അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെ എഴുതാം? 96 8 ഡിവൈഡ് 4 അല്ലേ. ആണോ? അപ്പം ഫസ്റ്റ് 9 ആണ്. 4ൻ്റെ ടേബിൾ 9ൽ പറ്റുമോ? ഉണ്ട് അല്ലേ. 2 4 8. ഇത് നല്ലപോലെ ഡിവിഷൻ ചെയ്യാൻ അറിയാൻ വയ്യാത്തൊരു നോക്കണേ നിങ്ങളെ. 4 ഏതാണോ വെളിയിൽ കിടക്കുന്നത് അതിൻ്റെ ടേബിളാണ് ചെല്ലേണ്ടത്. ഫസ്റ്റ് ഡിജിറ്റ് 9 ആണ്. അപ്പം 4 2 4 8. 2 സംഖ്യ വന്നാൽ കുറയ്ക്കുക കേട്ടോ. 9 നിന്ന് 8 പോയാൽ 1. ഇനി നമ്മൾ ആരെയാണ് ചെയ്യേണ്ടത്? 6 അല്ലേ. ആ 6നെ അതുപോലെ ഇനി താഴെ ഇറക്കുക. 6. ഓക്കെ. 16. ഇനി 4ൻ്റെ ടേബിളിൽ ചെല്ലുമ്പോൾ 16 വരുന്നുണ്ടോ? ഉണ്ട്. എത്ര? 4 4 16. കണ്ടോ? 16 നിന്ന് 16 പോയാൽ 0. ഇനി ഏതാ താത്തിറക്കാനുള്ള? 8 ഉണ്ട്. 8 അല്ലേ. എത്ര? 2 4 8 0. അപ്പം ഇതാണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? 2 4 8 അത് ചെയ്തു. ബാലൻസ് നമുക്ക് 16 വന്നു. പിന്നെ 4 4 16 കിട്ടി. കണ്ടോ? കിട്ടി. 16 നിന്ന് 16 പോയാൽ 0 വന്നു. പിന്നെ ബാക്കി 2 4 8. കണ്ടോ? ഇങ്ങനെ ഈ ആയിട്ട് എഴുതാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം. ഇതുപോലെ ഞാനിവിടെ ട്യൂഷൻ എഴുതുന്ന കുട്ടികൾക്കെല്ലാം
ഞാൻ ഇതുപോലെയാണ് പഠിപ്പിക്കുന്നത്, അപ്പോൾ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആൻസർ ഇതിനെ നമ്മൾ അത് നോക്കണേ നിങ്ങളെ. ഇതിനെ നമ്മൾ കോഷ്യൻ്റ്, ഹരണഫലം എന്നാണ് പറയുന്നത്. എന്താണ് കോഷ്യൻ്റ്, ഇത് ഡിവൈസർ, ഇത് ഡിവിഡൻറ്റ്, ഇവിടെ വരുന്ന റിമൈൻഡർ കേട്ടോ. എന്താണ് ഇത് കോഷ്യൻറ്റും റിമൈൻഡറും ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളെ ഡിവിഷൻ വരെ മെയിൻ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. നാളെ അടുത്ത പാർട്ട് 2-ൽ നമ്മൾ മെയിൻ എന്താ ബേസ് മാത്സിൻ്റെ ടെസ്റ്റിലെ ബേസുകൾ തുടക്കം മുതൽ, അതായത് നിങ്ങളൊരു 4ാം ക്ലാസ് മുതൽ ഒരു 10 വരെയുള്ള ഓർഡറിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഓരോ ലിങ്കും സമാധാനത്തെ ഇരുന്ന് കാണണം കേട്ടോ. ഒരു ദിവസം 1/2 മണിക്കൂറേ ഉള്ളൂ. അത് വൃത്തിയായിട്ടിരുന്ന് കണ്ട് പഠിക്കണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണേ നിങ്ങൾ കേട്ടോ. നിങ്ങൾ അത് മറക്കല്ലേ കേട്ടോ. താങ്ക് യു.